കേരളത്തിലെ വിവിധ കോളേജുകളിലേക്കുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമായ കീം 2025 ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഇനി പ്രധാന തീയതികൾ ശ്രദ്ധിക്കുക. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന ദിവസം 20/2/2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം 10/3/2025 വൈകിട്ട് 5 മണി വരെ. അപേക്ഷ ഫീസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 10/3/2025 വൈകിട്ട് 5 മണി വരെ. അപേക്ഷയോടൊപ്പമുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട അവസാന ദിവസം 15/3/2025. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്ന ദിവസം 10/4/2025. പരീക്ഷാ തീയതി 22/4/2025 മുതൽ 30/4/2025 വരെ. അതായത് പലർക്കും പല ദിവസമായിരിക്കും എക്സാമിനേഷൻ. കാരണം ഇത് CBT ടെസ്റ്റ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുമൊക്കെ കാണും. അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ പുറകെ വരുന്നുണ്ട്. കീമുമായും നീറ്റുമായും ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അതിൻ്റെ ലിങ്കും അതിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓൾറെഡി കീമുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയ്ക്ക് പുറമെ നീറ്റുമായി ബന്ധപ്പെട്ട 2 വീഡിയോസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അത് കാണാത്തവർ കാണുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കീം 2025 എൻട്രൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്ന വിവിധ കോഴ്സുകൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. MBBS, BDS, BHMS, BAMS, BUMS, BSMS, BSc Honours Agriculture, BSc Honours Forestry, BSc Honours Cooperation and Banking, BSc Honours Agriculture Business Management, BSc Honours Climate Change and Environmental Science, BFSC, BTech Agriculture Engineering, BTech Food Technology, BTech Dairy Technology, BTech Biotechnology. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് BTech Biotechnology. BVSc AH, BTech, BArch, BPharm. ഈ കോഴ്സുകൾക്കാണ് ഈ എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, കേരള സർവകലാശാലയുടെ ബയോ ടെക്നോളജി, BTech, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം NTA നടത്തുന്ന നീറ്റ് UG 2025 സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ അവർ കീം 2025 അപേക്ഷ നൽകിയിരിക്കണം. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിന് അപേക്ഷിക്കുന്നവർ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ നാറ്റയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി യോഗ്യത നേടിയിരിക്കണം. ഇനി ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഫീസിനെ പറ്റി നോക്കാം. ആദ്യം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BPharm മാത്രമായി എഴുതാൻ SC ST ഒഴിച്ച് ബാക്കി എല്ലാ വിഭാഗത്തിനും 875 രൂപ, SC വിഭാഗത്തിന് 375. രണ്ടാമതായി എഞ്ചിനീയറിംഗും BPharm രണ്ടും എഴുതുന്നെങ്കിൽ 1125, SC ST ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. SCക്ക് ഫീസ് 500. മൂന്നാമതായി ആർക്കിടെക്ചറോ മെഡിക്കൽ അലൈഡ് കോഴ്സോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ മാത്രമാണെങ്കിൽ 625 രൂപ, SC വിഭാഗത്തിന് 250 രൂപ.
ഇനി എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബി.ഫാം. ഇനി ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ മെഡിക്കലോട് ചേർന്ന് 1125 രൂപയാണ് ഫീസ്. SC വിഭാഗം 500. ഇനി എൻജിനീയറിംഗും ബി.ഫാമും അതുപോലെ തന്നെ ആർക്കിടെക്റ്റും മെഡിക്കലും 1300 രൂപയാണ് ഫീസ്. SC വിഭാഗത്തിന് 525. ST വിഭാഗത്തിന് ഈ എക്സാമിനേഷന് ഫീസ് ഇല്ല. കീം 2025 ബന്ധപ്പെട്ട ഒരു അറിയിപ്പുകളും തപാൽ വഴി ലഭിക്കില്ല. SMS വഴിയോ ഇമെയിൽ വഴിയോ മാത്രമേ അറിയിപ്പുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലൈവായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ അപേക്ഷ നൽകിയ ശേഷം അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മെമ്മോ ഓൺലൈനിൽ തന്നെയുള്ള കാൻഡിഡേറ്റ് പോർട്ടൽ മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ. തപാൽ വഴി അതും ലഭിക്കില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. കാൻഡിഡേറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കാൻഡിഡേറ്റിൻ്റെ ഒപ്പ്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ അത് ലൈവായിരിക്കണം, ID പ്രൂഫ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഒരു പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സെങ്കിലും കാണണം. ഒരു ആൽഫബറ്റ് കമ്പൽസറിയാണ്. ഏതെങ്കിലും ഒരു ആൽഫബറ്റ്, ഒന്നിലധികമാകാം. മിനിമം ഒരു ആൽഫബറ്റെങ്കിലും വേണം. അത് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ആകാം. മിനിമം ഒരു നമ്പറെങ്കിലും വേണം. മിനിമം ഒരു സിമ്പിൾ @ പോലെ, ഹാഷ് പോലെ, ആൻഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ, ഇതൊക്കെ ഉൾപ്പെട്ട മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലുമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഭാവിയിലും ആ പാസ്വേഡ് മറക്കാതെ കയ്യിലുണ്ടാകുകയും വേണം. ഇനി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന രീതി ശ്രദ്ധിക്കുക. മൊത്തം 5 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. സ്റ്റെപ്പ് നമ്പർ 1 രജിസ്ട്രേഷൻ. കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, മൊബൈൽ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവയൊക്കെ നൽകി നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ശ്രദ്ധാപൂർവം എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ഭാവിയിലും അത് ആവശ്യമുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2 കാൻഡിഡേറ്റിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പൂരിപ്പിക്കുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 2. അതോടൊപ്പം അപേക്ഷിക്കുന്ന കോഴ്സുകളുടെ വിശദാംശങ്ങൾ കൂടി ചേർക്കണം. ഒന്നിലധികം കോഴ്സുകളുണ്ടെങ്കിൽ അവ അടയാളപ്പെടുത്താനുള്ള അവസരമുണ്ട്. അതുപോലെ സാമുദായിക സംവരണം ഉൾപ്പെടെയുള്ള കാൻഡിഡേറ്റിൻ്റെ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഒന്നോ അതിലധികമോ തവണ നോക്കി തെറ്റുകളൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഫൈനൽ സബ്മിഷൻ നടത്തുക. അതായത് എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയ ശേഷം സേവ് ആൻഡ് പ്രിവ്യൂ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രിവ്യൂ ആയിട്ട് എത്തും. അതിലൊന്നും തെറ്റുകളൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുക. 1-2 തവണ വായിച്ചു നോക്കുക. തെറ്റുകളൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സേവ് ആൻഡ് ഫൈനലൈസ് എന്ന ബട്ടൺ അമർത്തുക. ഇതിന് ശേഷം യാതൊരു കാരണവശാലും തിരുത്തൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വൃത്തിയായി വായിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ആ സേവ് ആൻഡ് ഫൈനലൈസ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 3 അപേക്ഷാ ഫീസ് നൽകുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 3. ഓൺലൈനായി മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 4 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ്. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും ഒപ്പും JPEG ഫോർമാറ്റ് ആയിരിക്കണം. അനുയോജ്യമായ സൈസിലുമായിരിക്കണം. പിന്നെ കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പീസ്. അതിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അത്, അങ്ങനെ ആവശ്യമായ കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കണം നേരത്തെ തന്നെ. അതുപോലെ +2 പാസ്സായവർ +2 മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ഈ വർഷം +2 എക്സാം എഴുതുന്നവർ സ്കൂൾ മേധാവിയുടെ ഒപ്പും സീലോടും കൂടിയുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങി അതും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആവശ്യമായ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 4. അവസാനത്തെ സ്റ്റെപ്പ് നമ്പർ 5 അപേക്ഷാ സമർപ്പണം പൂർത്തിയായ ശേഷം അപേക്ഷയുടെ അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് ഇനി ഭാവിയിലും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് പ്രിൻ്റ് സൂക്ഷിച്ചു വെക്കുക. ഇത്രയുമായപ്പോൾ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയായി. കീം 2025 ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും ധാരാളമുണ്ട്.
അതൊക്കെ പുതിയ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നീറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ള അതും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.